ജാടയില്ലാത്തൊരു കലാകാരനെ പരിചയപ്പെടുത്തിയാണ് വിമൽ ഇടുക്കി. കാക്കൂർ കാളവേല് തൊട്ട് തുടങ്ങിയ സൗഹൃദ ഞാൻ സതീശൻ മൂവാറ്റുപുഴ, അതുപോലെ തന്നെ മകാരമത്തായി മാഷ് അല്ലേ, സതീശൻ രണ്ടാർക്കര അലൗൺസർ. അപ്പം ഒരു കുടുംബം പോലെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. അപ്പം അന്നും ഇന്നും തുടങ്ങിയ സൗഹൃദം അന്നും ഇന്നും എല്ലാം. നേരെ സ്റ്റേജിൽ കയറി മാത്രമാണ് ഗെറ്റപ്പിൽ കയറുന്നത്, അല്ലാതെ വേറെ എന്താ പറയുക സാധാരണ ഒരു മനുഷ്യൻ. എന്തായാലും സന്തോഷം ചേട്ടാ, പുതിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ജാട എന്ന് പറയുന്ന സംഭവം ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്, പക്ഷേ വിമലേട്ടൻ അങ്ങനെ കാണിക്കുന്നില്ല. അതാണ് വിമലേട്ടൻ്റെ ഒരു വിജയം അല്ലേ? തീർച്ചയായിട്ടും അതെ. എന്തായാലും നമ്മൾ എവിടെ ചെന്നാലും അവരിലൊരാളായിട്ട് തീർച്ചയായിട്ടും കാരണം അത് വേണം. അങ്ങനെ ഉള്ളതുകൊണ്ട് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലാക്കാർക്ക് ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് പരിപാടിക്ക് എന്നാലും പറയാം വിമലേട്ടൻ ഒരു പാവാട്ട ആളെന്ന് പറയാം, അങ്ങനെ കേൾപ്പിക്കണം അല്ലേ? എന്തായാലും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ചേട്ടൻ. അതൊക്കെ ആരും അറിയാണ്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഈയിടെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് തന്നെ. ഇനി ചേട്ടൻ പല പരിപാടിയുണ്ട്. വൃത്തമന്ദിരത്തിലേക്ക് പോയി പ്രോഗ്രാം ചെയ്യണമെന്ന് ചേട്ടൻ ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ അവിടെ അല്ലേ, അനാഥാലയങ്ങളിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. ചേട്ടൻ മാജിക്ക് അവരെ കാണിച്ച്, പിന്നെ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ വേണ്ടി ചെറിയ പ്രോഗ്രാംസ് മാജിക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം കൊച്ചിൻ ടാലൻറ്റിലൂടെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും ചേട്ടാ. ഈ അടുത്ത വർഷം മുതൽ ചേട്ടൻ എന്തായാലും ഇങ്ങനത്തെ പരിപാടിയായിട്ട് പോകാല്ലേ? അടുത്ത വർഷം തൊട്ടുണ്ട്. ഇനി ഷോർട്ട് ഫിലിം ഉണ്ട്. ദേവാലയത്തിന് മുമ്പിൽ നിന്ന് വീഡിയോ ചെയ്യണം അല്ലേ? സന്തോഷം. ഓക്കെ വിമലേട്ടാ, താങ്ക് യു. അപ്പോൾ എന്തായാലും കൊച്ചിൻ ടാലൻറ്റ് പ്രോഗ്രാമായിട്ട് വരട്ടെ. താങ്ക് യു. ഈ പള്ളിയുടെ പേരാണ് ഇത് പൂർണ്ണി പള്ളി അല്ലേ? വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു അല്ലേ പള്ളി അല്ലേ? പള്ളി ഒരു ഐശ്വര്യമുള്ളൊരു പള്ളി. എന്നാലും ഒരുപാട് പേര് പ്രാർത്ഥനയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഏട്ടാ? അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ കല്യാണം ഈ പള്ളി വെച്ചത്. ശരി, അടിപൊളി.